നമഃശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അമ്മ പറഞ്ഞ കഥയും കാര്യവും. യുവത്വവും ലഹരിയും. ഒരു ഗ്രാമത്തിൽ നന്നായി പഠിച്ചിരുന്നൊരു കുട്ടിയുണ്ടായിരുന്നു. യാതൊരു ദുശ്ശീലമോ അനാവശ്യ ചെലവോ അവനുണ്ടായിരുന്നില്ല. അമ്മയോ അച്ഛനോ പോക്കറ്റ് മണി കൊടുത്താൽ ആ പൈസ അവൻ പാവപ്പെട്ട കുട്ടികൾക്ക് ഫീസടയ്ക്കാൻ കൊടുക്കും. അല്ലെങ്കിൽ സാധു കുട്ടികൾക്ക് യൂണിഫോമോ പുസ്തകമോ മേടിച്ചു കൊടുക്കും. എല്ലാവർക്കും അവനെ വലിയ കാര്യമാണ്. ഗ്രാമത്തിലെയും സ്കൂളിലെയും അധ്യാപകർക്കും ഗ്രാമത്തിലെ എല്ലാവർക്കും ആ കുട്ടിയെ നല്ല കാര്യമാണ്. ഒരു ദിവസം ചില സഹപാഠികൾ അവനെ നിർബന്ധിച്ച് ഒരു സിനിമയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയി. തിരിച്ചു വരുന്ന വഴി അവർ സിഗരറ്റ് വലിച്ചു. അവനെയും സിഗരറ്റ് വലിക്കാൻ നിർബന്ധിച്ചു. വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തേക്ക് മാത്രം ഒരു പ്രാവശ്യം പുകവലിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം വലിച്ചപ്പോൾ വീണ്ടും അത് ചെയ്യാൻ പ്രേരിപ്പിച്ചു. 1-2 പ്രാവശ്യം പുകവലിക്കുന്നതിൽ തെറ്റില്ലെന്ന് അവനും കരുതി. പിന്നീടൊരിക്കൽ അവരുടെ നിർബന്ധത്തിനു വഴങ്ങി അവൻ മദ്യപിച്ചു. ക്രമേണ പുകവലിയും മദ്യപാനവും കഞ്ചാവും അവന് ശീലമായി. അതിനുള്ള പണത്തിനായി വീട്ടിൽ വഴക്കിടുക പതിവായി. എന്നും രാവിലെ അച്ഛനമ്മമാരുടെ കാല് തൊട്ട് തൊഴുതിട്ട് സ്കൂളിലേക്ക് പോയിരുന്ന അവന് അവരോട് യാതൊരു ബഹുമാനവും ഇല്ലാതായി. ദിവസവും വഴക്കുകൂടി വീട്ടിൽ നിന്ന് പണം മേടിക്കും. എത്ര കിട്ടിയാലും അത് മതിയാകാതായി. ഒടുവിൽ അവൻ മോഷ്ടിക്കാനും പിടിച്ചു പറിക്കാനും തുടങ്ങി. ഒരിക്കൽ ലഹരി കുത്തിവെച്ച് സ്വബോധമില്ലാതെ ഒരാളെ ആക്രമിച്ചു. അയാൾ മരിച്ചു. അതിന് ജയിൽ ശിക്ഷയും ലഭിച്ചു അവന്. നേരത്തെ ആ ചെറുപ്പക്കാരൻ നാട്ടുകാർക്കും അധ്യാപകർക്കും സഹപാഠികൾക്കും കണ്ണിലുണ്ണിയായിരുന്നു. പിന്നീട് കള്ളനും പിടിച്ചുപറിക്കാരനും സാമൂഹ്യദ്രോഹിയുമായി മാറിയപ്പോൾ അവരൊക്കെ അവനെ വെറുത്തു. ഇതിൽ നാം പഠിക്കേണ്ടത് കൂട്ടുകെട്ട് ഒരു ലിഫ്റ്റ് പോലെയാണെന്ന് അമ്മ പറയുന്നത്. ലിഫ്റ്റ് നമ്മളെ മുകളിലേക്കും കൊണ്ടുപോകാം, താഴോട്ടും കൊണ്ടുപോകാം. അത് നമ്മൾ ഏത് ബട്ടൺ അമർത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതുപോലെ നല്ല കൂട്ടുകെട്ട് നമ്മെ പുരോഗതിയിലേക്കും നല്ല ഭാവിയിലേക്കും നയിക്കും. ചീത്ത കൂട്ടുകെട്ട് അധപ്പതനത്തിലേക്കും നാശത്തിലേക്കും നയിക്കും. നടപ്പാതയിൽ ഒരിടത്ത് ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നത് കണ്ടാൽ അവിടെ എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു വഴിമാറി നടക്കും. അതുപോലെ സത്സ്വഭാവികളല്ലാത്തവർ കൂട്ടുകൂടാൻ വന്നാൽ നമ്മൾ വിവേകപൂർവം വഴിമാറിപ്പോകണം എന്നാണ് അമ്മ ഉപദേശിക്കുന്നത്. ഹരി ഓം നമഃ ശിവായ.